സീതാപൂർ ഗ്രാമത്തിനടുത്തുള്ള ഒരു വയലിൽ ഒരു പഴയ വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ 62 വയസ്സുള്ള ഹരിപ്രസാദ് ചൗപ്പാട ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. സമയം മുഖത്ത് പതിഞ്ഞിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് ഇപ്പോഴും ജീവിതത്തോടുള്ള അഭിനിവേശമുണ്ടായിരുന്നു. ഭാര്യ വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകം വിട്ടുപോയി. അതിനുശേഷം ഹരിപ്രസാദിന്റെ ജീവിതം ശൂന്യമായി. ദിവസങ്ങൾ കടന്നുപോകും, പക്ഷേ രാത്രികൾ ഭാരത്തോടെയും നിശബ്ദമായും കടന്നുപോകും. വിവാഹം കഴിഞ്ഞ് മകൻ അമിത് കുമാർ വിദേശത്തേക്ക് പോയിരുന്നു. വർഷത്തിലൊരിക്കൽ അദ്ദേഹം വീട്ടിൽ വരികയും പിന്നീട് ജോലിക്ക് പോകുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ മരുമകൾ പൂജ വീട്ടുജോലികൾ നോക്കും. പൂജ മിടുക്കിയും വിദ്യാസമ്പന്നയുമായ ഒരു യുവതിയായിരുന്നു. അവൾ വീട്ടിലെത്തിയപ്പോൾ ആ പഴയ വീട്ടിലേക്ക് ഏതോ ഒരു ജീവിതം തിരിച്ചെത്തിയതായി തോന്നി. എന്നിരുന്നാലും ഹരിപ്രസാദിന്റെ ഏകാന്തത അവസാനിച്ചില്ല. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് പുറത്ത് സൂര്യൻ ശക്തമായി അടിക്കുകയായിരുന്നു. വീടിന്റെ മുറ്റം നിശ്ചലമായിരുന്നു. പൂജ മേശപ്പുറത്ത് പുതിയ ചായ വെച്ചിട്ട് പറഞ്ഞു, "ബാബുജി, നിങ്ങളുടെ ചായ കുടിക്കൂ." ഹരിപ്രസാദ് കപ്പിൽ നിന്നൊരു കവിളെടുത്ത് പൂജയ്ക്ക് എതിർവശത്തിരുന്നു. അദ്ദേഹം കുറച്ചുനേരം നിശബ്ദനായി. പിന്നെ പതുക്കെ സംസാരിച്ചു. "പൂജ, സത്യം പറഞ്ഞാൽ ഞാൻ വർഷങ്ങളായി ഒറ്റയ്ക്കാണ്. നിങ്ങളുടെ അമ്മായി ജീവിച്ചിരുന്നിടത്തോളം കാലം ഞാനും ജീവിച്ചിരുന്നു. അവർ പോയതിനു ശേഷം ഞാൻ പകുതി പുരുഷനായി മാറിയതായി എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഈ പ്രായത്തിലൊരു പുതിയ ബന്ധം സാധ്യമാണോ എന്ന് ഞാൻ ചിന്തിക്കുന്നു." പൂജ അത്ഭുതപ്പെട്ടു. ബാബുജി ചോദിച്ചു, "ഈ പ്രായത്തിൽ നിങ്ങളെ ആരാണ് വിവാഹം കഴിക്കുക? പിന്നെ നിങ്ങളെവിടെയാണ്? ഒറ്റയ്ക്കാണ്. ഞാനിവിടെയുണ്ട്, അല്ലേ?" ഹരിപ്രസാദ് ഒരു ദീർഘനിശ്വാസമെടുത്തു. "നീ ഇവിടെയുണ്ട്, പക്ഷേ നിനക്ക് നിന്റേതായ ഒരു ലോകമുണ്ട്. എനിക്കൊരാൾ വേണം. എൻ്റെ ഏകാന്തത കുറയ്ക്കാനും എനിക്ക് കുറച്ച് സന്തോഷം നൽകാനും കഴിയുന്ന ഒരാൾ. ഒരു വ്യക്തി തിന്നും കുടിച്ചും മാത്രം ജീവിക്കുന്നില്ല. എനിക്ക് കൂട്ടുകെട്ട് വേണം." പൂജയുടെ കണ്ണുകളിൽ ഒരു നേർത്ത കണ്ണുനീർ പൊങ്ങി. അവൾ പതുക്കെ പറഞ്ഞു, "ബാബുജി, നിങ്ങളുടെ വാക്കുകൾ എനിക്ക് അർത്ഥവത്താണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ്. അമിത് വർഷത്തിലൊരിക്കൽ മാത്രമേ വരാറുള്ളൂ. ഒരു യുവതി പോലും ഒരു വൃദ്ധൻ്റെ ഏകാന്തത എല്ലാവരെയും തിന്നുന്നു." ആദ്യമായി ഹരിപ്രസാദ് തൻ്റെ കണ്ണുകളിൽ തൻ്റെ വേദന കണ്ടു. മുറിയിൽ കനത്ത നിശബ്ദത ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, "ശരീരത്തിൽ മാത്രമല്ല, മനസ്സിലും ഒരാൾ ചെറുപ്പമായിരിക്കണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?" പൂജ മന്ദമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ബാബുജിയുടെ മനസ്സിൻ്റെ പ്രായം ആർക്കാണ് കണക്കാക്കാൻ കഴിയുക? പക്ഷേ ഏകാന്തത എനിക്ക് സഹിക്കാൻ എളുപ്പമല്ല." ആ വൈകുന്നേരം ഹരിപ്രസാദ് തൻ്റെ മുറിയിൽ ചിന്തയിൽ മുഴുകി. ഈ പ്രായത്തിൽ പുതിയ സന്തോഷം തേടാൻ അവന് അവകാശമില്ലേ? അവളുടെ ഏകാന്തതയിൽ നിന്ന് കരകയറാൻ പൂജയ്ക്കും ഒരു പിന്തുണ വേണോ? രാത്രി വീണു. പുറത്ത് പ്രാണികൾ വൃത്താകൃതിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ടായിരുന്നു. പൂജ അവളുടെ മുറിയിലായിരുന്നു. ഉറങ്ങാൻ കഴിയാതെ അവൾ ആടിയുളഞ്ഞുകൊണ്ടിരുന്നു. പകൽ സമയത്തെ ഹരിപ്രസാദിന്റെ വാക്കുകൾ അവളുടെ കാതുകളിൽ വീണ്ടും വീണ്ടും മുഴങ്ങി. ഒരു വ്യക്തിക്ക് ആവശ്യം ഭക്ഷണവും പാനീയവും മാത്രമല്ല, പിന്തുണയാണ്. അതാണോ അവളുടെ ജീവിതത്തിലെ പോരായ്മ? അവളുടെ ഭർത്താവ് ആഴ്ചകളോളം വിദേശത്തായിരുന്നു, ഒരു വിവരവുമില്ലാതെ, യുവശരീരത്തോടെ, അസ്ഥിരമായ മനസ്സോടെ, പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങളില്ലാതെ. രാത്രി 11 മണിയോടെ വാതിൽ പതുക്കെ തുറന്നു. "ആരായിരുന്നു അത്?" പൂജ ആകാംക്ഷയോടെ ചോദിച്ചു. "ഞാൻ നിന്റെ അമ്മാവനാണ്," ഒരു നേർത്ത ശബ്ദം പറഞ്ഞു. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നു. അവൾ വാതിൽ തുറന്നപ്പോൾ ഹരിപ്രസാദ് ഒരു വെളുത്ത കുർത്ത ധരിച്ച് അവിടെ നിൽക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകളിലും അതേ അസ്ഥിരത ഉണ്ടായിരുന്നു. അവൻ മുറിയിലേക്ക് വന്ന് കസേരയിലിരുന്നു. അവൻ കുറച്ചുനേരം നിശബ്ദനായി. പിന്നെ പറഞ്ഞു, "പൂജ, ഇന്ന് ഞാൻ സത്യം പറയും. നിന്നെ നോക്കുമ്പോൾ ജീവിതം ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്ക് പ്രായമായിരിക്കാം, പക്ഷേ എൻ്റെ മനസ്സ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. എൻ്റെ മനസ്സ് മിടിക്കുന്നത് വെറുതെയല്ല." പൂജ പതുക്കെ പറഞ്ഞു, "ബാബുജി പറഞ്ഞത് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ചെറുപ്പമാണ്, പക്ഷേ ഏകാന്തത എൻ്റെ രക്തത്തിൽ ഒഴുകുന്നു. എനിക്ക് ആരോടും പറയാൻ കഴിയില്ല, പക്ഷേ നീ എൻ്റെ മനസ്സു പറഞ്ഞു." കണ്ണുകൾ കൊണ്ടൊരു കളി ആരംഭിച്ചു. മുറിയിലൊരു വിചിത്രമായ ചൂടുണ്ടായിരുന്നു. ആഗ്രഹങ്ങളും ശൂന്യതയും പുറത്തു വരാൻ തയ്യാറായി. ഹരിപ്രസാദ് ഒരു ഗ്ലാസ് മദ്യം കുടിച്ചു. പൂജ അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ ചോദ്യങ്ങളോടൊപ്പം ഒരനുവാദവും ഉണ്ടായിരുന്നു. ഹരിപ്രസാദ് ജനലിലൂടെ നോക്കി പറഞ്ഞു, "ഈ ഏകാന്തതയെ നമ്മുടെ കൂട്ടുകാരനാക്കാൻ കഴിയുമോ? ലോകം എന്തു കരുതിയാലും ഇത് നമുക്ക് ശരിയാണ്." പൂജ പതുക്കെ കൈനീട്ടി. ആ രാത്രി ആ പഴയ വീടിൻ്റെ ചുമരുകൾ ഒരു രഹസ്യം കണ്ടു. സമൂഹത്തിന് വിലക്കപ്പെട്ടത്. എന്നാൽ രണ്ടൊറ്റപ്പെട്ട ഹൃദയങ്ങൾക്ക് സ്വാതന്ത്ര്യം. രാവിലെ സൂര്യപ്രകാശത്തിൽ അവരുടെ മുഖത്തൊരു സന്തോഷമുണ്ടായിരുന്നു, പക്ഷേ അവരുടെ ഹൃദയങ്ങളിൽ ഭയവും ഉണ്ടായിരുന്നു. ഈ രഹസ്യം പുറത്തു വരണമെങ്കിൽ ഹരിപ്രസാദ് കോമ്പൗണ്ടിലെ തുളസിച്ചെടിക്ക് വെള്ളം നനയ്ക്കുകയായിരുന്നു.
പൂജ അടുക്കളയിൽ നിൽക്കുകയായിരുന്നു. പരസ്പരം കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ പെട്ടെന്നിടുങ്ങി. ഇന്നലെ രാത്രി എല്ലാം മാറിയെന്ന് അവർക്കറിയാമായിരുന്നു. വൈകുന്നേരം വൈദ്യുതി പോയി. പൂജ ഒരു മെഴുകുതിരി എടുക്കാൻ പോയപ്പോൾ ഹരിപ്രസാദ് അവിടെ എത്തി. അവൻ്റെ കൈ അബദ്ധത്തിൽ അവളുടെ അരക്കെട്ടിൽ സ്പർശിച്ചു. ഇരുട്ടിൽ അവൻ്റെ മുഖം അവ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നു. അവൻ്റെ ശ്വാസം ചൂടായിരുന്നു. "നീ എന്തിനാണ് ഭയപ്പെടുന്നത്?" ഹരിപ്രസാദ് മന്ത്രിച്ചു. പൂജ മൃദുവായി പറഞ്ഞു, "സമൂഹത്തിൻ്റെ കണ്ണിൽ ഈ ബന്ധം തെറ്റാണെന്ന്. തെറ്റ് നമ്മൾ അംഗീകരിക്കുന്ന ഒന്നാണ്. നമുക്കൊരു കാരണം നൽകുന്ന ഒന്ന് ലൈവ് തെറ്റല്ല." അദ്ദേഹം പറഞ്ഞു. ആ രാത്രിയിൽ അവരുടെ മനസ്സും ശരീരവും ഒന്നായി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു കത്ത് വന്നു. അത് അമിതിൻ്റേതായിരുന്നു. "പൂജ, ഞാൻ അടുത്ത മാസം അവധിക്ക് വരുന്നു. നിന്നെ ഞാൻ ഒരുപാട് ദിവസത്തേക്ക് ഒറ്റയ്ക്ക് വിട്ടിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് നിന്നോടൊപ്പം സമയം ചെലവഴിക്കണം." പൂജയുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ഹരിപ്രസാദിൻ്റെ കണ്ണുകളിൽ ആശങ്ക പ്രകടമായിരുന്നു. സത്യം അമിത് അറിഞ്ഞാൽ എല്ലാം നശിക്കും. ദിവസങ്ങൾ കടന്നുപോയി. അവരുടെ ബന്ധം കൂടുതൽ തകർന്നു. പക്ഷേ അമിതിൻ്റെ വരവ് അടുത്തുകൊണ്ടിരുന്നു. ഒടുവിൽ ദിവസം വന്നു. വൈകുന്നേരം കാർ നിർത്തി. അമിത് വീട്ടിലെത്തി. വീട് വിളക്കുകളും ധൂപവർഗ്ഗങ്ങളും കൊണ്ട് പ്രകാശിച്ചു. ആരതി നടത്തി. ഹരിപ്രസാദ് മകനെ മുറുകെ കെട്ടിപ്പിടിച്ചു. പക്ഷേ ആ ആലിംഗനത്തിൽ ഭയമൊളിഞ്ഞിരുന്നു. രാത്രിയിൽ അമിത് സന്തോഷവാനായിരുന്നു. പക്ഷേ പൂജയുടെയും ഹരിപ്രസാദിൻ്റെയും കണ്ണുകൾ വീണ്ടും കണ്ടുമുട്ടി.